ഹായ്, ഞാൻ ഡോക്ടർ സുനിൽ. ഒരുപാട് പേർ ക്ലിനിക്കിൽ വന്നു വരുന്ന ആവശ്യമാണ് ഡോക്ടറെ ഒന്ന് തടിക്കണം. തടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? മെലിയാൻ വേണ്ടി ഓടുന്ന ലോകമാണ് അല്ലെ? എല്ലാവരും മെലിയാൻ വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ അതിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യം തടിക്കണമെന്നാണ്. തടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ചും പെൺകുട്ടികൾ അല്ലെ? ഒരു കല്യാണത്തിന്റെ ഏജ് ഒക്കെ ആകുമ്പോൾ പല അമ്മമാരുടെയും ആഗ്രഹമാണ് കുട്ടി ഒന്ന് തടിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പൊ ഇത് തടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? തടിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ആരോഗ്യം ഒന്ന് പെർഫെക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. കാരണം മെലിയാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പം പ്രമേഹം പ്രമേഹം ഉണ്ടെങ്കിൽ എന്താ മെലിഞ്ഞുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അത് നോക്കാം. പിന്നെ കൂടുതലായി പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് ഡൈജഷൻ പ്രോപ്പർ ആവാതിരിക്കുകയോ പാല് പോലെയുള്ളവ കുടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും അലർജിക്കോ അതല്ല ഡൈജഷൻ ഇഷ്യൂസോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ ഒന്ന് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? തടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാം. തടിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട. ഈ പ്രകാരമുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതികൾ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയാൽ പൊതുവെ നമ്മൾ തടിച്ചോളും. അതെങ്ങനെയാണ്? സ്ത്രീകളിലുള്ള കുറച്ച് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഒരു ഏജ് എത്തുമ്പോൾ ലേഡീസ് പൊതുവെ തടിക്കാറൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ ഈ മെലിഞ്ഞിരിക്കുക എന്നത് സ്ഥിരമായി അവർ മെലിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, എല്ലാവരും പറയുകയാണ് മെലിഞ്ഞാണ് തടിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്കത് മെന്റലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് വേണം. അപ്പോൾ എന്തൊക്കെ ചെയ്യാം? അതിനവർ പ്രധാനമായിട്ടും വല്ല ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് പ്രോട്ടീൻസ് ഉള്ള ഫുഡ് കഴിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെറുപയർ, അതുപോലെ തന്നെ നല്ല പയർ വർഗ്ഗങ്ങൾ, നോൺ വെജ്, കൂടാതെ സൂപ്സ്, ഇപ്പം നമ്മൾ ചെറുപയർ പരിപ്പിൻ്റെയൊക്കെ സൂപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നല്ല റിച്ച് പ്രോട്ടീൻ കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ ധാരാളമായിട്ട് പ്രോട്ടീൻ എടുക്കാം. കൂടാതെ നമ്മൾ തടിയുള്ളവർ മെലിയാൻ വേണ്ടി ഉപേക്ഷിക്കുന്നത് എന്താണ്? ചോറാണ് അല്ലെ? അതെന്തുകൊണ്ടാണ്? കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക. ഡയബറ്റിക് പേഷ്യൻസ് ഒഴിവാക്കുന്നതും ചോറും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും. എന്നാൽ തടിക്കാൻ വേണ്ടി എന്ത് കഴിക്കണം? ചോറ് കഴിക്കാം, നമുക്ക് കപ്പ, അതുപോലെ പൊട്ടറ്റോ, ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം കഴിച്ചാൽ എന്താ? തടിക്കും. പിന്നെ ഫാറ്റ് ഇൻടേക്ക് ചെയ്യാം. എങ്ങനത്തെ ഫാറ്റ് ഇൻടേക്ക് ചെയ്യണം? അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കൂടുതലായിട്ട് ബേക്കറി വറവ് ഐറ്റംസ് ഒക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പം നല്ല നെയ്യ്, ഓക്കെ, നല്ല നെയ്യ് വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്, അതെടുക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യാം? ചീസ് പോലെയോ പനീർ എടുക്കാം. അപ്പം അങ്ങനെയുള്ള ഫുഡ് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എടുക്കാം. അപ്പം ഈ ഫുഡെല്ലാം വലിച്ചു വാരി കഴിക്കണോ? അടുത്ത പ്രശ്നം അതാണ് അല്ലേ? രാവിലെ തടിക്കാൻ വേണ്ടി ഞാൻ രാവിലെ തൊട്ട് കഴിക്കുകയാണ്. രാവിലെ കുറെ പ്രോട്ടീൻ കഴിക്കുന്നു, കാർബോഹൈഡ്രേറ്റ്സ് ഫുഡ് കഴിക്കുന്നു, ഫാറ്റ് കഴിക്കുന്നു. അങ്ങനെയല്ല. ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ കഴിക്കണം? അത് കഴിക്കേണ്ടതായ രീതിയുണ്ട്. സാധാരണ നമ്മൾ പൊതുവേ കഴിക്കുക 3 നേരമാണ് ഭക്ഷണം കഴിക്കുക അല്ലേ? എന്നാൽ ഈ 3 നേരം കഴിക്കുന്ന ആഹാരത്തെ ആ 3 നേരം വയറ് നിറച്ച് കഴിക്കാതെ ഒരു 6 നേരമൊക്കെ കഴിച്ചു നോക്കൂ. കാരണം എന്താന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ദഹനം പ്രോപ്പറായി നടക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കഴിച്ചോളാൻ പറഞ്ഞു. ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞുണ്ടാവും ദഹനം പ്രോപ്പറായി നടക്കത്തില്ല, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴും നമ്മൾ കുറച്ച് ഫൈബർ റിച്ച് ആയ മില്ലറ്റ്സ് പോലെയുള്ളതൊക്കെ കുറച്ചൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിലെന്ത് വേണം? ഒരു ഐറ്റം മാത്രമല്ലാതെ അത് മിക്സഡ് ഡയറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത് അല്ലേ? നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആകുമ്പോൾ കൂടുതൽ ഫൈബർ റിച്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പ്രശ്നങ്ങളെ മറ്റതെന്ത് ചെയ്യും? അല്ലെങ്കിൽ അത് ആ ഒരു പ്രപ്പോർഷനിൽ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെയാക്കും. ആ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി വെള്ളം വെള്ളം കുടിക്കണ്ടേ? വെള്ളവും കുടിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡിനോട് കൂടി വെള്ളം കഴിക്കരുത്, ഭക്ഷണത്തിന് മുൻപും വെള്ളം കഴിക്കരുത്. നമ്മൾ ഭക്ഷണം കഴിച്ച് അതൊക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കുടിക്കൂ. കാരണം കുറച്ച് വെള്ളം വേണമെങ്കിൽ അതും കഴിച്ചോളൂ, അതല്ല പ്രോപ്പറായിട്ട് 2 ഗ്ലാസ് വെള്ളമൊക്കെ അത് കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ദഹനമൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടക്കും. ഇത് തടിക്കാനുള്ള ചാൻസസും കൂട്ടും. അതുപോലെ പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ കഴിക്കാവുന്നതാണ്. ഇനി മധുരം ഒന്നും അധികമായിട്ട് കഴിക്കേണ്ട.
മിനിമം ലെവലിൽ നമുക്ക് മധുരത്തിനെ കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഭക്ഷണം നമുക്ക് ഈ ലെവലിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് മെലിയുന്നു എന്നുള്ള പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്കൊന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റും. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ ആഹാരത്തെക്കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ. ആഹാരം മാത്രം മതിയോ ശരീരം തടിക്കാൻ? പോരാ. ഈ ഫുഡെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി എന്ന് വെച്ചാൽ എന്താണ്? കൃത്യതയാർന്ന ഒരു തടിയല്ലേ വേണ്ടത്? ബൾക്കിനെസ് വേണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഏതൊക്കെ രീതിയിലുള്ള എക്സസൈസ് ആണ് നമ്മുടെ ശരീരത്തിന്, അതായത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ കഴിച്ച ആഹാരത്തെയൊക്കെ പ്രോപ്പറായിട്ട് ഡൈജഷനൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് നടത്തം, ജോഗിങ് ഇതൊക്കെ ചെയ്യാം. സ്വിമ്മിങ് വളരെ നല്ലൊരു എക്സസൈസ് ആണ്. കാരണം നമ്മൾ കഴിച്ചാൽ മാത്രം പോരാ, അതിന് നമുക്ക് ഊർജം ആക്കി കൺവേർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നല്ലതാണ്. പിന്നെ യോഗ അറിയുമെങ്കിൽ വളരെ നല്ലതാണ് യോഗ ചെയ്യുന്നത്. ഡെയിലി 1 hour യോഗ ചെയ്യുക. സൂര്യ നമസ്കാരം കമ്പൽസറി ആയിട്ടും ചെയ്യുക. അപ്പോൾ സൂര്യ നമസ്കാരത്തിന് നമുക്കറിയാം നമ്മുടെ എല്ലാ ജോയിൻസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ എക്സസൈസും പ്രധാനമായിട്ട് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ആഹാരമായി എക്സസൈസായി ഇത് രണ്ടും മാത്രം പോരാ. എന്ത് വേണം? ഉറക്കം, സ്ലീപ്പ്. ഉറക്കം ശരിയായ രീതിയിൽ തന്നെ ആവണം. ഡെയിലി ഒരു 7 മണിക്കൂറെങ്കിലും കൃത്യതയാർന്ന ഉറക്കം, അതായത് നല്ല ഉറക്കം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡും ബോഡിയും റിലാക്സ് ആവുന്നുള്ളൂ. ഓക്കെ.